നാടൊന്നടങ്കം രക്ഷാദൗത്യത്തിലേർപ്പെട്ടിരിക്കുമ്പോൾ സെൽഫി എടുത്ത് ആനന്ദം കണ്ടെത്തുന്നവരെ നാം കാണാറുണ്ട്. എന്നാൽ അത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരാകുമ്പോൾ അവർക്കെതിരെ നടപടിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. മണ്ണിടിഞ്ഞ് ലോറിയോടൊപ്പം ഭൂമിക്കടിയിൽ കുടുങ്ങിയ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടി രക്ഷാദൗത്യം പുരോഗമിക്കുന്നതിനിടെ രക്ഷാപ്രവർത്തന സ്ഥലത്ത് സെൽഫി എടുത്ത കാർവാർ SP യാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തി കാരണം വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. SP M നാരായണ IPSനെതിരെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ രൂക്ഷ വിമർശനമുയർന്നത്. തിരച്ചിലിനായി കൊണ്ടുവന്ന റഡാറിന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് SP സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്തത്. രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടയിൽ സെൽഫി എടുത്ത് ഔദ്യോഗിക പേജിൽ പോസ്റ്റ് ചെയ്യാമോ എന്നാണ് കാണുന്നവർ ചോദിക്കുന്നത്. സമൂഹ മാധ്യമത്തിലെ പേജ് ഔദ്യോഗിക വിവരങ്ങൾ കൈമാറാനാണെന്നും സ്വയം മുഖം കാണിക്കാനുള്ളതല്ലെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടി. ഉപയോഗമില്ലാത്ത പോലീസ് ഓഫീസറെന്നും നിരവധി പേർ കമന്റ് ചെയ്തു. ഉത്തര കന്നഡ ജില്ലയിലെ അങ്കോല താലൂക്കിലെ ഷിരൂരിൽ ദേശീയപാത 66-ൽ കുന്നിടിഞ്ഞ സ്ഥലത്ത് ഗ്രൗണ്ട് GPR വഴി തിരച്ചിൽ തുടരുന്നുവെന്നാണ് SP തന്റെ ഫോട്ടോയോടൊപ്പം സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തത്. സെൽഫിക്കൊപ്പം റഡാറിന്റെയും രക്ഷാപ്രവർത്തനത്തിന്റെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. അർജുനെ കാണാതായ സ്ഥലത്തേക്ക് കോഴിക്കോട് നിന്നെത്തിയ ബന്ധുക്കളെയും വാഹന ഉടമയെയും രക്ഷാപ്രവർത്തകൻ രഞ്ജിത്ത് ഇസ്രായേലിനെയും കർണാടക പോലീസ് തടഞ്ഞതിനെ തുടർന്ന് സംഘർഷമുണ്ടായിരുന്നു. SPക്കെതിരെയാണ് ബന്ധുക്കൾ ആരോപണം ഉന്നയിച്ചത്. രഞ്ജിത്തിനെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയാക്കണമെന്ന ബന്ധുക്കളുടെ ആവശ്യം പോലീസ് നിരസിച്ചതിനെ തുടർന്നാണ് പ്രശ്നമുണ്ടായത്. മർദ്ദനമേറ്റതായി ബന്ധുക്കൾ പിന്നീട് സ്ഥലത്തെത്തിയ മന്ത്രി മംഗള വൈദ്യയോട് പരാതി പറഞ്ഞു. മന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് രഞ്ജിത്ത് ഇസ്രായേലിനെയും അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിനെയും രക്ഷാപ്രവർത്തന സ്ഥലത്തേക്ക് പിന്നീട് കടത്തിവിട്ടിരുന്നു.